അമ്മേ അമ്മോ മോളെ. ഓ അമ്മ മടുത്തു. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്നേ. ഓ എന്തൊരു ക്ഷീണമാണോ ഈ കയറ്റവും കൂടെ അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും. ഒന്നിനും ആവുന്നില്ല കുഞ്ഞേ. ഈ കൊച്ചത് എവിടെ പോയി കിടക്കുക? വിളിച്ചാലൊന്നും വിളി പോലും കേൾക്കുന്നില്ലല്ലോ. ചുള്ളി വെള്ളം എടുത്തുകൊണ്ട് വരാനും പറഞ്ഞിട്ട്. എൻ്റെ അമ്മ, ഓ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഞാൻ അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യല്ലേ, ഇങ്ങനെ പറഞ്ഞ് വിളിക്കണോ? എന്താണിപ്പോൾ വേണ്ടേ? വെള്ളം വേണോ? അതങ്ങ് പറഞ്ഞാൽ പോരെ. അതിനിത്ര ഇങ്ങനെ വിളിച്ചു പോകാനുണ്ടോ? ഈ സന്ധ്യ സമയത്ത് കിടന്നിട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നത്. അമ്മോ നിനക്ക് തീരെ അറിയത്തില്ലേ കുഞ്ഞെ. ഒന്നാമത് അമ്മയ്ക്ക് വയ്യ. അതിൻ്റെ മുകളിൽ നിന്നോട്ട് കയറി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന്. മടുത്തു മനുഷ്യൻ. ഞാൻ വേറെന്താ പറഞ്ഞ, നിന്നെ വിളിച്ച് നീ വാലടച്ചിട്ടാ ഞാൻ വിളിച്ചാൽ കേൾക്കുമോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ചേ. ആ പോയി ഇച്ചിരി വെള്ളം എടുക്കുക. ആദ്യം അമ്മ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് എഴുന്നേക്കാം. അല്ലാതെ പറ്റില്ല അമ്മയ്ക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ. മക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൊബൈലും ഉണ്ട്, അവരുണ്ട്. ഏത് നേരം ആ മൊബൈലിൽ തോണ്ടി അങ്ങനെ ഇരുന്നാൽ പിന്നെ അവർക്കൊന്നും കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. എന്തേലും പറഞ്ഞാലോ അതവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ അപ്പയെ മടുത്തു മനുഷ്യൻ. ഈ പണിയും കഴിഞ്ഞ് വരുന്നത്. ഞാനിനി അവിടെ ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ കയറി വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം എടുക്കും. ചായ ഉണ്ടാക്കിയാലും മതി. ഇപ്പം തൽക്കാലം ഇച്ചിരി ചൂടുവെള്ളം എടുക്കും. അത് കുടിച്ചിട്ട് പിന്നെ ചായ കുടിക്കാം. അമ്മ മടുത്തുപോയി. എന്താ വൈകുന്നേരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നീ? അതോ ഇന്ന് ഫുള്ള് മൊബൈലിൽ കളി തന്നെ ആയിരുന്നോ നിനക്ക്? എന്താ കുഞ്ഞു? കുഞ്ഞൂന് വല്ലതും തിന്നാൻ കൊടുത്തോ മോളെ? നീ തന്നോ അവള് നിനക്ക് തിന്നാൻ? ഇതാ ഇനി വെള്ളം കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ഇനി ചൂടാവാൻ നിൽക്കണ്ട. എന്നാ വെള്ളം കുടി. ഇതാ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കുക. എനിക്ക് അവിടെ ഇച്ചിരി പണിയുണ്ട്. എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എനിക്ക് മൊബൈലിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അമ്മ വെള്ളം എടുത്ത് കുടിച്ചിട്ട് എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കോ. ഞാൻ അങ്ങോട്ട് പോവാം, എനിക്ക് ഇച്ചിരി കിടക്കണം. വയ്യാട്ടോ എൻ്റെ അമ്മ. നിങ്ങളെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലേലും നിങ്ങളൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള മക്കളോടൊക്കെ എന്തെങ്കിലും പറയുന്നതിനെക്കാട്ടി നല്ലത് ഒന്നും പറയാതിരിക്കുന്നതാണ്. അല്ല അമ്മോ, എന്താ നിൻ്റെ ഈ മുഖത്ത്? നീ എന്തിനാ ഈ ലിപ്സ്റ്റിക്ക് മൊത്തം വാരി? നീ ഈ രാത്രി എവിടെയോ പോകുന്നുണ്ടോ? എന്തിനാ ഈ ലിപ്സ്റ്റിക്ക് മൊത്തം വാരി വായത്തൂത്ത് വെച്ചേക്കുന്നത്? ഇതൊക്കെ ഈ ഓവറായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് ദോഷമാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ലിപ്സ്റ്റിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾ എന്നിട്ടാണോ നിങ്ങളുടെ വിചാരം? അതിലൊക്കെ എന്തെല്ലാം കെമിക്കലും ഇതും ചേർക്കുന്നുണ്ടെന്ന് വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ വാരി ചുണ്ട് തേച്ചിട്ട് അവസാനം ചുണ്ടൊക്കെ കൂടെ പിന്നെ കുരു വന്ന് വെറുനായി പൊട്ടി പിന്നെ കുറേ കഴിയുമ്പോൾ അത് ക്യാൻസറാവും. ഇപ്പോൾ ഒരു തുമ്മൽ വന്നാൽ, ഒരു പനി വന്നാൽ പോയി പരിശോധിച്ചാൽ ക്യാൻസറാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു മിനിറ്റ് ഇടവിടാതെ വായിൽ വാരി തൂത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് എങ്ങനെയാണേലും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഓരോ അവയവത്തിലും ഇതെത്തും. വായിൽ ഉമിനീര് വഴിയും ബ്ലഡ് വഴിയും ഒക്കെ നമ്മുടെ ഓരോ അവയവത്തിലേക്കും ഇതിൻ്റെ പിന്നെ ഇതിനകത്തുള്ള രാസപദാർത്ഥങ്ങൾ എത്തും. അതങ്ങ് ചെന്ന് കഴിഞ്ഞ് എന്തൊക്കെ അസുഖങ്ങളായി മാറുന്നല്ലോ. പണ്ടത്തെ കാലത്തെ പോലെയാണോ? ഇപ്പം നോക്കി എവിടെ ചെന്നാലും രോഗങ്ങൾ, എന്ത് തൊട്ടാലും രോഗം, എന്ത് പിടിച്ചാലും രോഗം. ഒരു ഫുള്ള് ചെക്കപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളില്ല മക്കൾക്ക്. അതറിയോ? കാരണം എന്താ? ഇന്നത്തെ മക്കളെ ജീവിത രീതിയാണ്. പണ്ടത്തെ കാരണവന്മാർ ഒരു തലമുറ വരെയുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് അംഗീകരിക്കും. അവരെല്ലാം കാരണവന്മാർ പറയുന്ന കേട്ട് ജീവിക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള മക്കൾ അങ്ങനെയാണോ? അവരെന്തേലും അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവരെ തിരുത്തി നിങ്ങൾ ഇങ്ങോട്ട് തിരുത്താൻ നിൽക്കും.
ലിപ്സ്റ്റിക്ക് ഇടണ്ടെന്ന് പറഞ്ഞാൽ അതിട്ടാലെന്താ, മറ്റുള്ളവരിടുന്നില്ലേ? എല്ലാവരും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാൾക്കായിട്ട് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓവറായിട്ട് വേണം, ആവശ്യത്തിന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യണ്ട ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെ വാരി വലിച്ച് രാത്രി കിടക്കാൻ പോകുമ്പോഴും എല്ലാവരും വാരി വലിച്ച് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അസുഖങ്ങൾ വന്നിനി പൈസ എങ്ങനെയും ഉണ്ടാക്കി ചികിത്സിക്കാമെന്ന് വെച്ചാലും ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറത്തില്ല. ഇന്ന് ഏറ്റവും തോനെ രോഗികളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അറിയോ നിങ്ങൾക്ക്? ഇതിനെക്കുറിച്ചൊക്കെ വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ ഫുഡാണേലും അതെ, വീട്ടിൽ എന്തുണ്ടാക്കിയാലും നിങ്ങൾക്ക് പിടിക്കില്ല. വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി ആണേലും പറ്റൂല, ചോറാണേലും പറ്റൂല, ഒക്കെ പുറത്തത്തെ ഫാസ്റ്റ് ഫുഡ്, ചിക്കൻ ബർഗർ, പിന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ, പപ്സ്, ചിക്കൻ ബർഗർ, സാൻഡ്വിച്ച്, പിന്നെന്താ കുഴിമന്തി, ഗ്രിൽ ചിക്കൻ, ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ എല്ലാം തിന്നുന്നുള്ളൂ. വീട്ടിൽ വെച്ചുണ്ടാക്കിയ കപ്പപ്പുഴുക്കോ ചേമ്പ് പുഴുക്കോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ ചീരത്തോരനോ ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലല്ലോ. എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് നീ മോന്ത കനപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് തൂട്ടുമെന്നും പറഞ്ഞിട്ട് അതിന് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനിതിപ്പോൾ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അല്ലാതെ ഞാനിവിടെ രാത്രി എപ്പോഴെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടുന്ന നമ്മൾ കാണലുണ്ടോ? ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴല്ലേ ഇടുന്നുള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ അമ്മ. എന്നിട്ട് ഇപ്പോഴത്തെ തലമുറനെ അങ്ങോട്ട് പറഞ്ഞു, ഇതിന് ചുണ്ടേ കടന്നിട്ട് ഇനി അമ്മയ്ക്ക് ഇതാവണ്ട. ഞാനൊന്ന് വായിച്ചു കളഞ്ഞു. ഒരു റീൽസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇട്ടതാണ്, അതിനും കിട്ടും. പിന്നെ എപ്പോഴാണ് ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്? വല്ലപ്പോഴും അല്ലേ ഉള്ളൂ, എപ്പോഴൊന്നും ഞാൻ കഴിക്കുന്നില്ലല്ലോ. ഞാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്ന്. എനിക്ക് പറയില്ലല്ലോ നീ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് നീ റീൽസ് ചെയ്യാനാണെന്ന്. ഞാൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ വരുമ്പോൾ എപ്പോൾ ആണേലും നിൻ്റെ മുമ്പേക്ക് ലിപ്സ്റ്റിക്ക് കാണും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇഷ്ടപ്പെടില്ല. ഇനിയിപ്പോൾ പോയിട്ട് അവിടെ കിടക്കുക. ഇനി രാത്രി ഒന്നും തിന്നാതിരിക്കേണ്ട, വന്നിട്ട് ഭക്ഷണം കഴിച്ചോ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ പറയാമല്ലോ. ഞാൻ പറഞ്ഞു തന്നു, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി രാത്രിത്തേന് എന്താ ഉണ്ടാക്കണ്ടേ? എന്തേലും ചപ്പാത്തിയോ മുട്ട റോസ്റ്റ് എന്തേലും ഉണ്ടാക്കാം.